ഇന്നത്തെ വീഡിയോയിലൊരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഒരു പൊട്ടറ്റോ റൈസ് എന്ന് പറയാം. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 പൊട്ടറ്റോ, ഒരു ക്യാരറ്റ്, 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ആ പൊട്ടറ്റോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഇത്തിരി ഫ്രൈ പോലെ ആവണം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്ന് വെച്ചാൽ ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ആക്കാം. അതിന് ശേഷം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പാനിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് വെച്ചത് ഇട്ടു. നന്നായി ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ഒരു മൂത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായി വഴറ്റി എടുക്കണം. വഴറ്റി ഒരു കളറൊക്കെ ഒന്നൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഏകദേശമൊക്കെ ഒരു ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഇല്ല, ഒരു 3/4 ടീസ്പൂണും അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നന്നായി ഒന്ന് 2 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് അതൊരു 1 മിനിറ്റ് അങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞ് ഏകദേശമൊക്കെ ആയിട്ട് പിന്നെ ഇത് 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 കപ്പുള്ളൂ. അത് നന്നായിട്ടു. പിന്നെ നമുക്ക് ഒത്തിരി ഉപ്പ് കുറവായിരുന്നു, ഒത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തു. നെയ്യ് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ഇതുപോലെ സിമ്മിലിട്ടിട്ട് വയ്ക്കുക. ഇത് കഴിയുമ്പോൾ നമ്മുടെ സാധനം റെഡിയായി. ഇതാണ് റൈസ്. ഞാനത് പാത്രത്തിലേക്ക് ആക്കി. രണ്ടാൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കോംബോ ആയിട്ടൊരു ചമ്മന്തി ചെയ്തിട്ടുണ്ടായിരുന്നു. മാങ്ങയും കുറച്ച് മല്ലിയില, നാളികേരം, ഒരു പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി അടിച്ചതാണ്. ഉപ്പ് ഇട്ടിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ പപ്പടം കൂടി 2 പേർക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്കൂൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു.